വളരെ പ്രാധാന്യമുള്ള അവന്റെ ജീവിതത്തിൽ മരണം മുതൽ ജനനം മുതൽ മരണം വരെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലണ്ടറാണ് ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തുന്നതും അവന് പ്രായപൂർത്തിയാകുന്നതും അവന്റെ മരണം രേഖപ്പെടുത്തുന്നതുമൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ കലണ്ടർ പ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കലണ്ടറാണ്. കലണ്ടർ എന്ന വാക്ക് കരണ്ടെ എന്ന് പറയുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്ന് സമാന്തരപ്പെട്ടതാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. കലണ്ടെ എന്ന ലാറ്റിൻ ഭാഷയുടെ അർത്ഥം കണക്ക് കൂട്ടുക എന്നാണ്. ഈ ഭാഷയിൽ നിന്നാണ് കലണ്ടർ എന്ന പദം രൂപപ്പെട്ടു വന്നത് എന്ന് ഭാഷാ ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് ആദ്യമായി കലണ്ടറുകൾ ഉണ്ടാവുന്നത് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ലോകത്ത് കലണ്ടറുകൾ രൂപപ്പെടുന്നത് എന്ന് ചരിത്രം പരിശോധിക്കാൻ നമുക്ക് കാണാൻ കഴിയും. നൈൽ നദിയിലെ വെള്ളപ്പൊക്കത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടറുകൾ രൂപപ്പെട്ടിരുന്നു. എന്നാൽ പിൽക്കാലത്ത് പിന്നീട് ചന്ദ്രനെ കുറിച്ചും ആകാശഭൂമികളുടെ ചലനങ്ങളെ കുറിച്ചും കൂടുതൽ പഠനങ്ങൾ നടന്നപ്പോൾ ആ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടറുകൾ രൂപപ്പെട്ടു. അങ്ങനെയാണ് ഇന്ന് നിലവിലുള്ള നമ്മുടെ കലണ്ടർ, നമ്മളൊക്കെ പരിഗണിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രിഗോറിയൻ കലണ്ടർ രൂപപ്പെടുന്നത്. ആ കലണ്ടറിന്റെ മുമ്പ് ലോകത്തുണ്ടായിരുന്നത് ജൂലിയൻ കലണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന കലണ്ടറാണ്. ഏതായാലും ഈ കലണ്ടറുകളൊക്കെ അതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുകയല്ല. ഈ കലണ്ടറുകൾ ഉണ്ടാക്കിയത് നമ്മളിൽ അടിസ്ഥാനപ്പെടുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നു തുടങ്ങി നമ്മൾ എണ്ണുന്ന 12 മാസങ്ങളുള്ള കലണ്ടർ ഉണ്ടാക്കിയത് 13ാമത്തെ മാർപ്പാപ്പയായ പോപ്പ് ഗ്രിഗറി എന്ന് പറയുന്ന ആളാണ്. ഞാനിത് പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ മതക്കാരല്ലാത്ത മറ്റു മതക്കാരുണ്ടാക്കിയ ഒരു കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത്. നമ്മുടെ ജീവിതം ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളും കാണിച്ചു തന്ന പാതയിലൂടെയാണ് പോവേണ്ടത്. ഹിജ്റ കലണ്ടർ രൂപപ്പെടുന്നത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖലീഫയായിരുന്ന ബഹുമാനപ്പെട്ടവരുടെ ഗവർണറായിരുന്ന മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഇന്ന അബാ മൂസ കതബ ഇലാ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ അബൂ മൂസ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. എന്താണ് ആ കത്തിലുള്ളത്? ഇന്നഹു യഅതീനാ മിൻക കുതുബുൻ ലൈസ ലഹാ താരീഖുൻ. ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. ജനങ്ങളുടെ സമീപത്ത് നിന്ന് ഒരുപാട് പരാതികൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഡേറ്റുകൾ രേഖപ്പെടുന്നതായി കാണുന്നില്ല. അതിൽ ഷഅബാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഈ വർഷത്തെ ഷഅബാനാണോ, കഴിഞ്ഞ വർഷത്തെ ഷഅബാനാണോ, അതോ 2 വർഷം മുമ്പുള്ള ഷഅബാനാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കലണ്ടർ രൂപപ്പെടുത്തണമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു കത്തെഴുതുകയാണ്. ഈ കത്ത് കണ്ട മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഫജമഉ ഉമർ വന്നാസ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കലണ്ടർ വേണം, ഇസ്ലാമികപരമായ ഒരു കലണ്ടർ നമുക്ക് രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ, ഇസ്ലാമിന്റെ സംഭവവികാസങ്ങൾ രേഖപ്പെടുത്താൻ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ജീവിതം മുതൽ ജനനം മുതൽ മരണം വരെ ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്താൻ ഒരു കലണ്ടർ തയ്യാറാക്കണം. അതുകൊണ്ട് നിങ്ങൾ അതുമായി സഹകരിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി പറഞ്ഞു. സ്വഹാബത്ത് ചർച്ച ചെയ്തു, എന്ത് കാര്യവുമായിട്ടാണ് നമ്മൾ ഹിജ്റ കലണ്ടർ തുടങ്ങേണ്ടത്, എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കലണ്ടർ തുടങ്ങേണ്ടത് എന്ന് സ്വഹാബത്ത് ആലോചിച്ചു. ചില ആളുകൾ അഭിപ്രായം പറഞ്ഞു, നബി തങ്ങൾക്ക് നബുവത്ത് കിട്ടിയത് മുതൽ നമുക്ക് കലണ്ടർ തുടങ്ങാം. ചില ആളുകൾ പറഞ്ഞു, നബി തങ്ങൾ ഇസ്രാഉം മിഅ്റാജും പോയ അന്ന് മുതൽ നമുക്ക് കലണ്ടർ തുടങ്ങാം. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ പല അഭിപ്രായ ഭിന്നതകൾ വന്നപ്പോ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ ഹിജ്റ, നമുക്ക് ഹബീബായ നബി തങ്ങളുടെ ഹിജ്റയെ പരിഗണിക്കാം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത
തന്റെ നാടും വീടും വിട്ട് എല്ലാം ഉപേക്ഷിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിനായി ഹബീബായ നബി തങ്ങൾ പോയ ഹിജ്റയെ നമുക്ക് പരിഗണിക്കാം. ഫറഖത ബൈനൽ ഹഖി വൽ ബാത്തിൽ, ഹക്കിന്റെയും ബാത്തിലിന്റെയും സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഭജിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസം കണ്ടെത്തിയ ഹിജ്റ കൊണ്ടാണ്. അതുകൊണ്ട് ഹിജ്റ കൊണ്ട് നമുക്ക് കലണ്ടർ രൂപപ്പെടുത്താമെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയും അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ രൂപപ്പെടുന്നത്. മുസ്ലിമിന്റെ ജീവിതത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിജ്റ കലണ്ടർ രൂപപ്പെടുന്നത്. നമ്മളൊരിക്കലും മറ്റുള്ളവരുണ്ടാക്കിയ, മറ്റു സമൂഹക്കാരുണ്ടാക്കിയ കലണ്ടറിനെ പിന്തുടരേണ്ട ആളുകളല്ല മുസ്ലിങ്ങൾ. നിങ്ങൾ നോക്കണം, എങ്ങനെയാണ് ഗ്രിഗോറിയൻ കലണ്ടർ നമ്മളിന്ന് കാണുന്ന ഇംഗ്ലീഷ് കലണ്ടർ എങ്ങനെയാണ് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയത്. ഒരു കാലത്ത് ലോകമൊക്കെ സൂര്യനുദിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടായപ്പോ, ലോകം മുഴുവൻ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യം വളർന്നു വന്നപ്പോ ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രങ്ങളിലും തങ്ങളുടെ കലണ്ടറുകൾ, തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കലണ്ടർ അടിച്ചേൽപ്പിക്കാൻ യൂറോപ്പുകാർ തയ്യാറായതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മളൊക്കെയും ജനുവരി മുതൽ ഡിസംബർ വരെ നീളുന്ന കലണ്ടറിനെ ആസ്വദിക്കാനുള്ള കാരണം. ആ കലണ്ടറിന്റെ ഓരോ മാസങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ ഓരോ മാസങ്ങൾക്കും റോമക്കാർ, പുരാതന റോമുകാർ ആരാധിച്ചിരുന്ന മാസങ്ങളുമായി ബന്ധമുണ്ട്, അവരുടെ ദൈവങ്ങളുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാർച്ച് എന്ന പദം എവിടെ നിന്നാണ് വന്നത്? റോമക്കാരുടെ യുദ്ധദേവനായ മാർസിൻ എന്ന ദേവന്റെ പേരിൽ നിന്നാണ് മാർച്ച് രൂപപ്പെട്ടത്. മാത്രമല്ല തീർന്നില്ല, ജൂൺ എന്ന് രൂപപ്പെട്ടത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ദേവന്റെ ഭാര്യയായ ജുനോയി എന്ന് പറയുന്ന പെണ്ണിന്റെ ദേവതയുടെ പേരിൽ നിന്നാണ് ജൂൺ രൂപപ്പെട്ടത്. ഇതാണ് ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അവസ്ഥ. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെടുന്ന മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ടതാവണം. നമ്മളൊക്കെ ഹോളിഡേ ആയി ക്രിസ്ത്യാനികൾ ആചരിക്കുന്ന ഞായറാഴ്ചയെ നമ്മൾ ഹോളിഡേ ആയി കാണുന്നു, അവധി ദിനമായി കാണുന്നു. എന്നാൽ അവധി ദിനം, മുഅ്മിനിന്റെ അവധി ദിനം ഏതാണ്? മുഅ്മിനിന്റെ അവധി ദിനം വെള്ളിയാഴ്ച ദിവസമാണ്. മുഅ്മിനിന്റെ ആഘോഷ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഖൈറു യൗമിൻ തലഅതു ഫീഹി ശംസു യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിക ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉദ്ഖിലൽ ജന്ന, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഒരു മുഅ്മിനിന്റെ ഈദിന്റെ ദിവസം, അത് ആഘോഷത്തിന്റെ ദിവസം, ഹോളിഡേ ആയി പരിഗണിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാതെ ക്രിസ്ത്യാനികൾ ആചരിക്കുന്നത് പോലെ അവരുടെ ഞായറാഴ്ച ദിവസമല്ല. ഹബീബായ നബി തങ്ങൾ തന്നെ പറയുന്നു, ഫൽയൗമു യൗമുൽ ജുമുഅത്തി ലനാ ഈദാ, വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പെരുന്നാൾ ദിവസമാണ്. വൽ ഗദുൽ യഹൂദ്, ശനിയാഴ്ച ദിവസം അത് യഹൂദികളുടെ ആഘോഷ ദിവസമാണ്. വബഅദ ഗദിൻ നസാറ, ഞായറാഴ്ച ദിവസം അത് ക്രിസ്ത്യാനികളുടെ ആഘോഷ ദിവസമാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു പരിശുദ്ധമായ ദിവസമായി കണക്കാക്കി ജുമുഅക്ക് നേരത്തെ പള്ളിയിലെത്താൻ ഓരോ മുഅ്മിനീങ്ങളും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. മുഹറം മാസത്തെ ആദ്യത്തെ 10 വളരെയധികം ശ്രേഷ്ഠതയുണ്ട്, വളരെയധികം മഹത്വമുണ്ട്. മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹു, മഹാനായ വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഔഹല്ലാഹു ഇലാ മൂസ അൻ മുർഖൗമക അൻ യതൂബു ഇലയ്യ ഫി അവ്വലി അശ്രിൽ മുഹറം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചു, നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾ മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം തൗബ ചെയ്ത് മടങ്ങാൻ നിങ്ങൾ പറയണം. ആദ്യത്തെ 10 ദിവസം അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നിങ്ങൾ പറയണം. വഇദാ കാന യൗമുൽ ആശിരി ഫൽയഖ്റുജു ഇലയ്യ, നിങ്ങൾ 10ാമത്തെ ദിവസം വന്നാൽ, മുഹറമിന്റെ 10ാമത്തെ ദിവസം വന്നാൽ അവരോട് എന്റെ സമീപത്തേക്ക് പുറപ്പെടാൻ കൽപ്പിക്കണം. ഞാൻ അവരുടെ പാപം പുറത്തു കൊടുക്കാമെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞതായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മാത്രമല്ല തീർന്നില്ല, വൻ ഖതാദത, മഹാനായ ഇമാം ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ ഫജ്ർ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഒരു ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. വൽ ഫജ്ർ എന്ന ആയത്ത്, ആ വൽ ഫജ്ർ എന്ന ആയത്തിലുള്ള അന്നൽ ഫജ്ർ അല്ലദി അഖ്സമ അല്ലാഹു ബിഹി ഫി അവ്വലി സൂറത്തിൽ ഫജ്രി അവ്വലി യൗമിൻ മിനൽ മുഹറം,
അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്ർ എന്ന് സത്യം ചെയ്ത ആ പ്രഭാതം, ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശം മുഹറമിന്റെ ആദ്യത്തെ ദിവസങ്ങളാണ് എന്ന് മഹാനായ ഇമാം ഖത്താദ റളിയല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ രാത്രിക്ക്, മുഹറമിന്റെ ദിവസങ്ങൾക്ക്, അതിന്റെ ഓരോ പകലുകൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾക്ക് പ്രത്യേകം മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികളൊക്കെ ആ 10 ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച ആളുകളായിരുന്നു, നോമ്പ് നോൽക്കാൻ വേണ്ടി മാറ്റിവെച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് ഇനി ഒരു പുതിയ വർഷത്തിലേക്കാണ് ഞാൻ കടക്കുന്നത് എന്ന ചിന്തയും ബോധവും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളൊക്കെ നല്ലൊരു മനുഷ്യനായി തീരാൻ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരണപ്പെടുമെന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം കൂടി നമുക്ക് ആയുസ് തന്നിരിക്കുന്നു എന്നതുകൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല